വാട്സ്ആപ്പ് ബോയ്സ് ഇങ്ങനെ സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ തിരുവല്ലയിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ സമയത്ത് എഴുന്നേറ്റില്ലായിരുന്നു. അക്ഷയ വന്നാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ആദ്യം പോയിട്ട് ക്യാമറ മേടിച്ച് തിരുവല്ലയിലോട്ട് പോകണം. അതല്ലാതെ ഏസുസിൻ്റെ മറ്റേ കംപ്ലയിൻ്റ് ഇല്ലേ, അതിന് അക്നോളജ്മെൻറ്റ് അവർ തന്നില്ലായിരുന്നു. ഞാൻ പിന്നെയും മെയിൽ അയച്ചിട്ടുണ്ടെന്ന്. അതിന് അക്നോളജ്മെൻറ്റ് അവർ തന്ന്. എന്നാലും എനിക്ക് തോന്നുന്നത് അവർ എന്നെ ഇട്ട് വലിപ്പിച്ചിട്ട് അവസാനം എനിക്ക് ഈ കാർഡ് തന്നെ കയ്യിലോട്ട് തരും. ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് എൻ്റെ വാറണ്ടി തീരുമ്പോൾ ഞങ്ങൾ ചെറിയ ഫീലിംഗ് അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പോകുന്ന വഴി അങ്ങോട്ട് പോകും. ഞാൻ പരമാവധി പോയിട്ട് തലവേദന കൊടുത്തിട്ട് ഞാൻ മാറത്തുള്ളൂ. എനിക്ക് തന്നില്ലെങ്കിൽ കാർഡ് അത്രേ ഉള്ളൂ. എൻ്റെ കാർഡ് ഞാൻ മേടിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുമോ. ഒരു പരിധി വരെയൊക്കെ പോകും. പിന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കാൻ പോകുന്നത്. വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അറിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകാനായിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ചെയ്യാൻ പോകാനായിട്ട് പിന്നെ ആൾക്കാരെ കൂടുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോ തീരുമാനമൊക്കെ ആയിക്കേണ്ടി ഞാൻ പറയാം. എന്താ അമ്മേ, ഞാൻ പോവുക. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അവിടെ വന്ന് അനുഗ്രഹിക്കൂ. ഓ താങ്ക് യു. അപ്പം ഈ കാലം വെച്ചിട്ട് അമ്മയോട് ഇരുന്നു. ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് വരാം. അമ്മ ഒറ്റയ്ക്കാണ്, പേടിയാണ്. പിള്ളേ അതൊക്കെ വഴി വെച്ച് തപ്പണം. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ പേടിയുണ്ടോ? അയ്യോപ്പാ. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ. വഴി ചാരലും തപ്പിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് വരാം. വണ്ടിയൊക്കെ കിടക്കുന്നു, നമുക്ക് ഇതിനകത്ത് കയറി പോകാം. നീ എന്തിനാ ഹെൽമെറ്റ് എടുത്തിരിക്കുന്നത്? റാലി റേസിംഗ് നാസ്കാർ ആണെന്നാണ് വിചാരം. അപ്പൊ ഞാൻ ക്യാമറ മേടിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ക്യാമറ മേടിച്ചിട്ട് ഇറങ്ങാം. സീറ്റിന്റെ പുറകെ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട്, ഒരു മൈക്കും മേടിച്ചിട്ടുണ്ട്. എൻ്റെ മൈക്ക് ഈ മൈക്ക് സെയിം ആണ്. ഇത് പുതിയ വെർഷൻ ആണെന്നേ ഉള്ളൂ. വലിയ വിശ്വാസമില്ല ഈ മൈക്കിന് എനിക്ക്, എന്നാലും എടുത്തു. അപ്പോൾ നമ്മൾ തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് വല്ല ഫുഡ് കഴിച്ചിട്ട് പിന്നെ തപ്പാം. ഈ വെയിൽ കണ്ടില്ലേ, ഈ വെയിലത്ത് തപ്പുന്നതൊക്കെ ടാസ്ക് ആയിരിക്കും. അപ്പോൾ പട്ടിണിയിൽ നിന്ന് ചെയ്യുന്നത് ശരിയല്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സാവകാശം ഒരാളെ തപ്പാം. വീഡിയോയുടെ ടൈറ്റിൽ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ഇടയ്ക്ക് വെച്ചാൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സപ്ലൈ ആണോ? സ്കൂൾ പ്രൊജക്റ്റ് ആയിരിക്കും. മെനു ആണോ സ്കൂൾ പ്രൊജക്റ്റ് ആണോ? അപ്പം ഫുഡൊക്കെ വന്നിട്ടുണ്ട്. JMB ഓർഡർ ചെയ്തതാണ്. ഇത് അവനെ തള്ളിക്കയറ്റുമെന്ന് തോന്നുന്നു. അൽഫാമിന്റെ നമുക്ക് ചീസ് ഇട്ട് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് 4 പേർക്ക് കഴിക്കാനുള്ള ഫുഡായിട്ടാ. അപ്പം വേറെ 8 പേർക്ക് കഴിക്കാനുള്ളതും ഓർഡർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓർഡർ ചെയ്തേനെ. പക്ഷേ ഇപ്പം എനിക്ക് വർക്കുള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പോകണം. ആ ചേട്ടൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നാണ് പറഞ്ഞ് ഞാനത് തെളിച്ചു കൊടുത്തേനെ. പക്ഷെ പിന്നെ ഇപ്പം നല്ല ഇത് കഴിക്കട്ടെ. ഇതാണ് നോക്കട്ടെ. ചിക്കൻ ഉണ്ട്, നോക്കട്ടെ. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടാ ബോയ്സ്. ഇനി എന്ത് വെയിൽ ദൈവമേ, ഈ വെയിലത്ത് ഞാൻ ആളെങ്കിലും തപ്പണം. ചേട്ടൻ എന്നെ കണ്ടിട്ട് മനസ്സിലായി എനിക്ക്. നമുക്ക് എന്തായാലും വീഡിയോ ആരെങ്കിലും തപ്പണം. അപ്പൊ ആദ്യം പോയി ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേറൊരു സ്പോട്ട് തപ്പാം. കറക്റ്റ് സ്പോട്ടിൽ പോയി ചെയ്യാം. അങ്ങനെ നമ്മൾ സ്പോട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. തിരുവല്ലയിലായിരുന്നു. തിരുവല്ലയിൽ നിന്ന് ഇപ്പോൾ കോട്ടയത്തെത്തി. ഈ സ്പോട്ടിൽ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഓർമ്മ കാണും. ഞാൻ പിസ്സ ഹട്ടിന്റെ സെയിം സ്പോട്ടിൽ വന്നിരിക്കുക. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്ന് മുള്ളണം. പരിസരത്ത് സ്ഥലവും കാണുന്നില്ല. പിസ്സ ഹട്ടിൽ തന്നെ പിന്നെയും കയറേണ്ടി വരും. അന്ന് ഞാൻ പിസ്സയുടെ ചാലഞ്ച് ചെയ്തിട്ട് പോയതാ. അതുകൊണ്ടൊരു പടി. എന്നാലും നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് പോയിട്ട് വരാം. അല്ലെ പിന്നെ മേടിക്കാതെ പോവാം, കുഴപ്പമില്ല. എന്നാലും വല്ല മേടിച്ചിട്ട് കാര്യം സാധിക്കുക. കുറെ കഴിഞ്ഞിട്ട് പിന്നെയും വരിക. ഞാൻ ഒന്നും മേടിച്ചില്ല. ഞാൻ വെറുതെ അവിടെ പോയി ഇതുണ്ടോന്ന് ചോദിച്ചു. അതില്ലെന്ന് എനിക്കറിയാം. വീഡിയോ എടുക്കാൻ പോണം. റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പോരാ. ഇവിടെ വരെ ചീസി അൽഫാം നീയല്ലേ ഓർഡർ ചെയ്തത്? നിങ്ങളെ ഞാൻ JMBയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. നിങ്ങളെ ഇനി അവൻ നോക്കിക്കോളും. വഴിതെറ്റി പോരുത് കേട്ടോ. ഒരു വട്ടം ഇവിടെ ഓൾറെഡി ചെയ്തേ. ഇത്ര ഫുഡ് കഴിച്ചിട്ട് ഉറക്കക്ഷീണം പോലെ ഉണ്ടാന്ന് നോക്കിയാൽ പോകത്ത് ഇല്ല. ഒക്കെ എങ്ങോട്ട് എക്സ്പീരിയൻസ്. ഇവിടെ ഒരാള് ഒരു 2 അര അൽഫാം കഴിച്ചോളൂ, കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ അത് ഞങ്ങളത്ര ഹെവി ആയിട്ട് കഴിച്ച എന്തൊന്നും കാണാൻ പറ്റില്ല. അത് എന്ത് നോക്കിയാണ് അകത്തോലും പോയിടാ. അറിയാൻ പറ്റും. വയനാട്ട് അടി പണിയാതെ വേണ്ടി വിചാരം. ഇത്രയും പൊട്ടത്തരം വന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പേരെന്താ? പേരെന്തുവാ? കൊച്ചുമോൻ. കൊള്ളാം, സൂപ്പർ പെൻ.
ആൾക്കാർ കേസിക്ക് ഹിന്ദി അറിയാം. കൊച്ചുമോൻ സോറി കൊച്ചുമോൻ എടുക്കണം. ചേട്ടന് ബുദ്ധിമുട്ടായിരിക്കും അത്. KM ബ്രോ KM ആണ്. അർജുന 36 വയസ്സ്. 36 ഉണ്ട്. അത് നരച്ചത് ജോലി കാരണം. ഭാഗ്യം തെളിഞ്ഞ് നിൽക്കുകയായിരിക്കും. ചേട്ടനെ മനസ്സിലായി കണ്ട. അവരെന്നെ കാണാൻ വന്നയാ. പിന്നെ അവരെന്നെ കണ്ടിട്ട് ഇപ്പൊ അർജുനെ കണ്ടു പോവാ അല്ലേ? സ്കൂൾ ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേര് കാണാൻ മനസ്സിലാവുന്നു? അയ്യേ ഒരുത്തൻ അത് ഒരു പെങ്കൊച്ച്. കണ്ടില്ല. ആ ഒരിലേ കണ്ടുള്ളൂ. നാണക്കേട്. താഴത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഗ്രാഫ്. കൊള്ളായിരുന്നു. അവിടെ ഓടിപ്പോക്കോ. ഫൈനലിൽ ഒരു പയ്യൻ കിട്ടിയിട്ടുണ്ട്. അവന്റെ വൈബ് പൊളിയാണ്. അവൻ ജയിക്കുമോ ചോദിച്ചാ എനിക്ക് തോന്നുന്നില്ല അവൻ ജയിക്കും. ഇവിടെ വൈബ് പൊളിയാണ്. ഒരു അമ്മ വെച്ച മക്കളപ്പോൾ രണ്ടൊരു മൂന്നുണ്ടോ? രണ്ടര സെയിം മുടിയല്ലേ? ബാക്കിൽ നോക്കി രണ്ടര സെയിം മുടി. ചെക്കൻ ആദ്യത്തെ സ്റ്റോർ അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗ് മേടിക്കാൻ പോകണം. ഒന്ന് ഇങ്ങോട്ട് ഇരിക്കാവോ? ഇവിടെ ഇരിക്കാവോ? രണ്ടുപേർക്ക് സെയിം മുടിയാ ബാക്കിൽ നിന്ന്. ഇത് രണ്ട് ഒരമ്മ വെറ്റ മക്കൾ. അപ്പം അടുത്ത പർച്ചേസ് ജോക്കിയാണ് ബോയ്സ്. ജോക്കി എല്ലാവരും ഷഡ് ഇടുക ഫോർ യുവർ ഓൺ സേഫ്റ്റീസ്. എനിക്ക് ഹായ് കിട്ടുമോ നോക്കാം. പിന്നെ തിരിച്ചുള്ള അറിയുന്നില്ല കേട്ടാ. ഹായ് നമുക്ക് നോക്കാം കിട്ടുമായിരിക്കും. കിട്ടണം. 6 സെൻസ് സ്പൈഡർ സെൻസ്. കമോൺ നോക്കന്നെ അർജുൻ. ഓ കിട്ടി 6 സെൻസിന് വിളിക്കുമായിരുന്നു ഹായ് ഇട്ടാൻ വേണ്ടി. അതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കുവോ പുള്ളിനെ കൊണ്ട്? നടക്കുവോ ബ്രോ? കോൺഫിഡൻസ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റേ ഉള്ളൂ. ചെക്കൻ ഓടുക. വീഡിയോ തീർന്നപ്പോ നീ ഷൂ മേടിക്കുന്ന. ഞാൻ നഷ്ടത്തിൽ ഓടുന്ന യൂട്യൂബറാണ് കേരളത്തില്. അത് മനസ്സിലായോണ്ട് നീ കൂടുതൽ നഷ്ടത്തിലാക്കുവാണ് എന്നെ. ഞാൻ നല്ല ടോപ്പ് യൂട്യൂബറൊക്കെ തന്നെ. പക്ഷെ നഷ്ടം എനിക്ക്. കൊള്ളാന്ന് ചോദിച്ചാ എടുക്കണ്ടേ? നിനക്ക് ഓൾറെഡി വെള്ളയൊക്കെ ഉണ്ടല്ലോ പലതും. ബ്ലൂ എടുത്തോ ഇനി ഇരിക്കട്ടെ. അത് സ്പോർട്സ് കണക്കിരിക്കും. നിനക്ക് അല്ലെങ്കിലും കുറെ ഇടാൻ അതിലേടാ പുറത്ത്. നമ്മുടെ പാർട്ടിസിപ്പന്റ് ആണ്. അവന് ട്രെയിൻ വിട്ട് എല്ലാം വിട്ട് വീട്ടിലോട്ട് എത്തണം. ഇനി ഇവിടെ ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കൊണ്ടാക്കും. എന്ത് ഇത് കണ്ണാടി എക്സ്ചേഞ്ച് കൊള്ളാം. നീ കണ്ണാടിക്ക് മേടിക്കാൻ പോയല്ലേ? ഇവരെ വീട്ടിൽ വിടുകയാണോ അല്ലെങ്കിൽ സഫാരിക്ക് കാട്ടി പോവുകയാണ്? റോഡ് എവിടെ? ശ്രീഹള്ളിയിലേക്കുള്ള വഴി വല കൊടുവല ഇവിടെയൊക്കെ. അപ്പൊ പയ്യൻ പോയി അവന്റെ വീടെത്തിയിട്ടുണ്ട്. ബൈ. ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പം അവന്റെ വീട് എവിടെയായിട്ടാണ്? കോട്ടയത്ത് ഒറ്റടിക്ക് കാടൊക്കെ വന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് വഴി പിടിച്ച് ആലപ്പുഴയിൽ എത്താൻ നോക്കാം. വിശപ്പ് നല്ലതായിട്ടുണ്ട് കേട്ടാ. രാവിലെ ഉച്ചയ്ക്ക് എന്നാണ് കുറച്ച് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ പോയി നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. ഞാൻ സാറിന് ആഹാരം കഴിക്കുന്ന മെയിൻ റീസൺ വരാനുള്ളതെന്ന് വെച്ചാൽ ഇനി വേറെ വഴിയുള്ള വേറെ ഏത് സ്പോട്ടിൽ ട്രൈ ചെയ്തിട്ട് അവസാനം ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ ഉള്ള ടേസ്റ്റ് വേണം നമുക്ക് കഴിച്ചിട്ട് വീട്ടിൽ പോവാം. എന്താ ഞാൻ ചിക്കൻ വന്നിരിക്കുന്നു. ഒരു പ്ലേറ്റ് മതിയാവാൻ തോന്നുന്നില്ല ഇവന്മാരെല്ലാം കഴിച്ചു വരുമ്പോൾ. ഒരു ഫുള്ളും കൂടി ഓർഡർ ചെയ്യുന്നത് എൻ്റെ വയറിന് കത്തായിരിക്കും. പലവട്ടം ഈ സെയിം ഡിഷ് കാണിച്ച് എനിക്ക് ഏകദേശം ഒരു ഗുഹമൊക്കെ ഉണ്ട്. നല്ല അതുകൊണ്ടാണ് കുഴപ്പമില്ല. പ്രാവശ്യം ഡിഫറൻസ് എന്ന് പറയുന്നത് ചപ്പാത്തി ഞാൻ ഓയിലിൽ എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തി. എല്ലാവരും കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ ഏകദേശം 10 മണിക്ക് തന്നെ ആൾക്കാർ കിടക്കുമോ. പിന്നെ 11 മണി. അതിനാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം.